ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത്. റമദാൻ ദിവസങ്ങളിൽ ഒരു ദിവസം മാക്സിമം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അൺബോക്സിംഗ് ഉണ്ട്, റെസിപ്പീസ് ഒരു ശ്രീലങ്കൻ കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ നോമ്പ് വന്ന ശേഷം എല്ലാവരുടെയും റൂട്ടീനിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എൻ്റേത് എടുക്കുവാണെങ്കിൽ എനിക്ക് രാത്രിയിൽ ഉറങ്ങാനുള്ള സമയം കിട്ടാറില്ല. ഞാൻ അത്താഴം കഴിച്ച ശേഷം സുബഹിക്ക് ശേഷമാണ് ഉറങ്ങാറ്. മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ റൂയിമോളും ചില ദിവസങ്ങൾ നല്ലോണം ലേറ്റാവും കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്താഴത്തിന് ശേഷമാണ് ഞാനിപ്പം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ ഇക്ക ഓഫീസിൽ പോവും. റീനും റോസും ഇപ്പം ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യും. അതൊക്കെ അവർ തനിയെ ചെയ്യും. ആ സമയത്ത് ഞാൻ കിടക്കുമായിരിക്കും കേട്ടോ. പിന്നെ അധികം ഉറങ്ങാനൊന്നും സമയം കിട്ടില്ല, കാരണം അപ്പോഴേക്കും റൂയിമോൾ എഴുന്നേക്കും. പിന്നെ അവൾക്കുള്ള ഫുഡും റോസിനുള്ള ഫുഡും അതൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉറക്കമൊക്കെ കുറവാണ് ഈ നോമ്പ് സമയത്തൊന്നുമല്ല, എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ക്ലീനിങ്ങിനായിട്ട് എനിക്കിപ്പം നോമ്പിൻ്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് മുതൽ എനിക്ക് ഒരു സഹായത്തിന് ഒരാൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ ഒരുപാട് ആശ്വാസമുണ്ട്. എന്നിട്ട് പോലും എനിക്ക് സമയമില്ല ഒന്നിനും. ക്ലീനിങ്ങായിട്ട്, അതായത് തുടക്കാനും പാത്രം കഴുകാനും ആണ് ആൾ വരുന്നത്. എന്നാലും അൽഹംദുലില്ലാ നല്ല ആളാട്ടോ. ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലതും കണ്ടറിഞ്ഞിട്ട് അവർ ചെയ്യാറുണ്ട്. ഒന്നും നമ്മൾ അങ്ങോട്ടേക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു ശ്രീലങ്കൻ ലേഡിയാണ്. പിന്നെ അവർ വരുമ്പം അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ എൻ്റെ പണികളും വേഗം ഒന്ന് ഒതുക്കി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫ്രീ ആവാമല്ലോ എല്ലാം കൂടി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് എന്തെങ്കിലും അറിയുമോ എന്ന്. അപ്പം ശ്രീലങ്കൻ ഫുഡാണ് ചോദിച്ചേട്ടോ. പക്ഷേ അവർ പറഞ്ഞത് ശ്രീലങ്കൻ ഫുഡ് അങ്ങനെ വല്ലാണ്ട് അറിയില്ല, പക്ഷേ മലബാറി ഫുഡും അറബ് ഫുഡ്സൊക്കെ നല്ലോണം അറിയാം. ബിരിയാണി, അതുപോലെ കബ്സ, മന്തി, അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനറിയാം. ശ്രീലങ്കൻ ഫുഡ് കോമൺ ആയിട്ടുള്ളത് മാത്രമേ അറിയുള്ളൂ എന്നും പറഞ്ഞു. അപ്പം സാമ്പാർ, ഇന്ന് നമ്മുടെ മലബാറി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഗാവ ഒന്നുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഗാവ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കോഫി ഉണ്ടല്ലോ, കോഫി പൗഡറല്ല, കാപ്പിക്കുരു, അത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഏലക്കയും കൂടി കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചതാട്ടോ അത്. അപ്പോൾ സാമ്പാറിന് ആദ്യം അവർ പരിപ്പും വെള്ളം കൂടി വേവിച്ചെടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് പച്ചക്കറികളിട്ടു. പ്രഷർ കുക്ക് ചെയ്ത ശേഷമാണ് കേട്ടോ പച്ചക്കറികളിട്ടത്. ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു വ്ളോഗിൽ, എനിക്കിങ്ങനെ ബാക്കിയുള്ളവരുടെ വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഫുഡ് കഴിച്ച് മടുത്തു. വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ, ടേസ്റ്റ് അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇത് വെള്ളം തിളച്ച ശേഷം അതിലേക്ക് രണ്ട് കപ്പിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗാവ പൗഡർ ചേർത്തതാണ്. അത് ചേർത്ത പാടന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗാവയിൽ പഞ്ചസാര ഇടൂല കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇടാണ്ട് ഇതുപോലെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ പൊതുവേ അത്താഴത്തിന് സമയത്താണ് ചോറ് കഴിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചോറ് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഗാവ ഉണ്ടാക്കി. എന്താ പറയുക, ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമാവുമല്ലോ, അപ്പം ഗാവ കുടിക്കാം എന്നുള്ള രീതിയിലാണ് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറികളൊക്കെ വെന്ത ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഏകദേശം റെഡിയായി തുടങ്ങി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ വേറൊരാൾ മാറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു മലബാറി സാമ്പാർ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ മലബാർ ഐറ്റം അല്ലാണ്ട് ശ്രീലങ്കയിൽ എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഈ എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ ഒരു കറിയുണ്ട്, അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ബീട്രൂട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നാക്കിയിട്ട് നീളത്തിൽ കൊള്ളി പോലെ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു സവോളയുടെ അര കഷ്ണം, പിന്നെ വെളുത്തുള്ളി 2 എണ്ണം, പിന്നെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട് 2 പീസ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. അത് വേവിച്ച ശേഷം പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഒന്നുകൂടെ ചേർക്കാനുണ്ടാവും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലേക്ക് പഞ്ചസാര മാച്ചിങ് ആവും, ഓൾറെഡി നമ്മളെ ബീട്രൂട്ട് മധുരമുള്ളതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. എന്നിട്ട് ഇത് ഒരു പകുതി കുക്കാവുന്ന സമയത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കുക്ക് ചെയ്യാനുള്ളത് ഈ തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാലിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം, അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പം ഗ്രോസറി ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും നോമ്പ് തുറന്നിട്ട് പോകാമെന്ന്. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ പറയും ഇന്നിപ്പോൾ വയ്യാമെന്നും പറയും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഗ്രോസറി ഐറ്റംസൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഫ്രഷ് ചിക്കനും ഫ്രഷ് ഫിഷൊക്കെ നമ്മളിപ്പം നൂണിൽ നിന്നാണ് ഇപ്പോൾ വരുത്തിക്കാറ്. ഞാൻ മുമ്പ് ഒരു ദിവസം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം കുറച്ചധികം സാധനങ്ങൾ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഗ്രോസറി ഐറ്റംസ് തന്നെ കേട്ടോ. ഗ്രോസറി ഐറ്റംസും പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പച്ചക്കറികളൊക്കെയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊന്നും ചേർക്കാനൊന്നുമില്ല. ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ സാധാ ഒരു ബീട്രൂട്ടിൻ്റെ എന്തെങ്കിലും ഒരു തോരൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അതിൽ കറുവപ്പട്ടൊക്കെ ചേർത്തോണ്ടാന്ന് തോന്നുന്നു വേറൊരു ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യയുടെ കൂടെയൊക്കെ നല്ല ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത് ഫ്രഷ് ചിക്കനും അതുപോലെ മീനൊക്കെ ആയിരുന്നു. കാരണം മീനൊക്കെ നമ്മൾ പോയി വാങ്ങിച്ചില്ലാണ്ട് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം ചിക്കനും ഫിഷൊക്കെ കിട്ടിയപ്പോൾ തന്നെ ആകെ ആശ്വാസമായി. പിന്നെ ഞാനിപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറും ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു തോരനും പിന്നെ ഈ വലിയ മാന്തൾ ഫ്രൈ ചെയ്തതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയ ശേഷം വൈകിട്ടാണ് കുളിക്കാനുള്ള സമയം കിട്ടാറ്. അപ്പോൾ ഇപ്പം റോസ്മോളും റീനും ഒക്കെ ഏകദേശം 4 മണി 5 മണിക്ക് ശേഷമാണ് കുളിക്കാറ്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും എണ്ണ തേക്കാറില്ല, വല്ലപ്പോഴും എണ്ണ തേക്കാറുള്ളൂ. അപ്പോൾ എണ്ണ തേക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മുഖത്തും കയ്യിലും മേലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്, ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഞാനാണ് തലയിലൊക്കെ തേച്ച് കൊടുത്തത് കേട്ടോ. അപ്പം ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ തേക്കുന്ന പോലെ കാണിക്കുമെന്ന് വെച്ചപ്പോൾ ഭയങ്കര ആക്ഷനായിരുന്നു അവൾ. അവളാണ് മൊത്തം തേച്ച രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്.
പിന്നെ ഇപ്പം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ ഉണ്ടാവില്ലേ. റോയിമോളും കൂടി ആയപ്പോൾ പിന്നെ തീരും പറ്റുന്നില്ല. അപ്പോൾ ഇത് നോമ്പ് തുറക്കാൻ നേരം ഉണ്ടാക്കിയതാട്ടോ. തരിക്കഞ്ഞും പിന്നെ പൊട്ടാറ്റോ പക്കോടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള തരിക്കഞ്ഞാണ്. അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ നാരങ്ങ വെള്ളം, തരിക്കഞ്ഞും ഈ പൊട്ടാറ്റോ പക്കോടയായിരുന്നു. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താ പറയുക, ഫുഡിൻ്റെ ഒക്കെ എപ്പോഴും എല്ലാ സമയത്തും ഒരേപോലെ കൊടുക്കുമ്പോൾ എന്തായാലും കാണുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. നൂണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ഫുഡ് വ്ളോഗിങ് തുടങ്ങിയതിന് ശേഷം ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പണ്ടൊന്നും എനിക്ക് ക്യാമറയോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നല്ല ക്യാമറ വേണം. അങ്ങനെ നല്ല അടിപൊളി ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇക്കാനോട്, ഇങ്ങനെ എനിക്ക് നല്ലൊരു ക്യാമറ വാങ്ങിക്കണം എന്നൊക്കെ. അപ്പോൾ അതാ കാനോണിൻ്റെ 850D ആണ് വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്നത് കാനോൺ 700D ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സെയിം മോഡലിൽ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് 2020 മോഡലിലുള്ള ക്യാമറയാണ് കേട്ടോ. ഇത് നൂണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് 700D ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കേട് വന്ന ശേഷം പിന്നെ കുറച്ച് കാലം ക്യാമറ ഇല്ലാണ്ട് നടന്നു. പിന്നെ ഞാൻ ക്യാമറ വാങ്ങിക്കാനായിട്ട് പോയപ്പം നല്ലൊരു ഓഫറിൽ കണ്ടപ്പം, ഭയങ്കര ഓഫറിൽ ഒരു ക്യാമറ കണ്ടപ്പം അതെടുത്ത് വാങ്ങിച്ചു. പക്ഷെ അത് അത്ര വിചാരിച്ചൊരു ഇത് കിട്ടിയില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമായില്ല. അത് കാനോണിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ മുമ്പത്തെ ക്യാമറ എത്രത്തോളം നല്ലതാണെന്നുള്ളത് മനസ്സിലായത്. അപ്പം അതിൻ്റെ തന്നെ കുറച്ചുകൂടെ നല്ല ലേറ്റസ്റ്റ് മോഡൽ ആണ് ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2020 മോഡലാണിത്, 850D. പണ്ട് എനിക്ക് ക്യാമറനോടും അങ്ങനെ ഫോട്ടോഗ്രാഫി അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അന്ന് ക്യാമറ ഉണ്ടായിട്ടും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഫോട്ടോസൊന്നും അങ്ങനെ വല്ലാണ്ട് എടുക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ക്യാമറ എന്തായാലും അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പോൾ അതാണ് പിന്നെ ലേറ്റസ്റ്റ് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ റോസു എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഒരു എന്താ പറയുക, എണ്ണ തേച്ച് കുളിച്ചാൽ ഭയങ്കര ഒരു ആശ്വാസമല്ല. അപ്പോൾ അതിൽ കിടന്നുറങ്ങാം കേട്ടോ. കുറേ നേരമായി കിടന്നുറങ്ങിയിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ ഒരു ഷോപ്പിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഇത് റോസുവിൻ്റെയാണ്. റോസു ആണ് ഇത് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചത് കേട്ടോ. അവൾ ഉറങ്ങുന്നതുകൊണ്ട് പിന്നെ റീനിനെ വിളിച്ചതാണ്. ഇത് റോസുവിൻ്റെയാണ്, ഇത് റീനിൻ്റെയാണ്. പിന്നെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നിങ്ങളിങ്ങനെ ഡ്രസ്സ് ഒരുപാട് വാങ്ങിക്കുന്നത്, കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കല്ല കേട്ടോ ഡ്രസ്സ് വാങ്ങിക്കുന്നത്, മക്കൾക്കാണ് വാങ്ങിക്കുന്നത്. ഇതും റീനിൻ്റെയാണ്. ഇത് റോസുവിൻ്റെ ഒരു പാൻസ് കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചെന്നുള്ളൂ. ഇതും റീനിന് പാൻസാണ്. പിന്നെ ഇക്കാക്ക് കുറച്ച് ഐറ്റംസ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി റോയിമോൾക്കുള്ളതാണ്. റോയിമോൾക്ക് എന്താ പറയുക, ചെറിയ ബേബി ഗേൾസിൻ്റെ ഒന്നും നല്ലത് കണ്ടില്ല. അപ്പോൾ ഞാൻ ബേബി ബോയ്സിൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചെറിയൊരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് റോസുവിന് വാങ്ങിച്ചതാണ്. അപ്പം ഇതൊക്കെയാണ് അവിടുന്ന് അന്ന് ഷോപ്പിംഗ് പോയപ്പം വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇനിയിപ്പം ഗാവ കുടിക്കുവാണ്. അപ്പോൾ ഗാവ പൊതുവേ നമ്മൾ കുടിക്കുന്നത് ഗാവയും അതിന് മധുരമില്ലാത്ത ഗാവയും അതിൻ്റെ കൂടെ ഈത്തപ്പഴം കൂടി ചേർത്തിട്ടാണ് ഇവിടെ അറബ് കൺട്രീസിലൊക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നതിന്, നമുക്ക് പഞ്ചസാര ചേർക്കാണ്ട് ഒന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഗാവയിലേക്ക് പഞ്ചസാര ചേർക്കാറില്ല കേട്ടോ. ഇത് നമ്മളുടെ ഒരു ടേസ്റ്റും കൂടി നോക്കണമല്ലോ. അപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് പഞ്ചസാര ചേർത്തു.
അപ്പോൾ ഏതായാലും ക്യാമറ പുതിയത് വാങ്ങിച്ചതല്ല, അപ്പോൾ അതുകൊണ്ട് റൂയിമോളെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുത്തതാണ് റൂയിമോളെ. മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. എവിടെ വരുന്നില്ലല്ലോ. റോസു ഇവിടെ, റോസു 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 താങ്ക് യു. റോസു. സാധാരണ ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോസ് ചെയ്യാനൊക്കെ കിട്ടുന്നത് റോസുവിനെയാണ്. അപ്പം ആ ആളിപ്പോൾ കിടന്നുറങ്ങാണ്, നല്ല ഉറക്കത്തിലാണ്. റോയിമോളാണെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് നല്ല മൂഡിലാട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സമയമായിരുന്നു. നല്ലോണം ചിരിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കുട്ടിയതത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.